ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റീസെൻ്റ്ലി നമ്മുടെ തയ അച്ചു, അപ്പോൾ ഐ തിങ്ക് ബിഗ് ബോസ് സീസൺ 2-ലായിരുന്നു തോന്നുന്നു അവരുണ്ടായിരുന്നത്. രജിത് സാറിൻ്റെ ഒക്കെ സീസണിലുണ്ടായിരുന്ന തയ അച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചേച്ചി വന്നിട്ട് ആൽബി ചേട്ടനെയും അപ്സരേനെയും ഒരുപാട് വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായിട്ട് ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ഈ ആൽബി എന്ന് പറയുന്ന ചെറ്റനാറി, എടാ നിനക്ക് കുട്ടികളില്ലാത്ത കഴപ്പുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയോട് തീർക്കടാ. അഖിൽമാരാറ് ഈ ആൽബി എന്ന് പറയുന്ന അപ്സര സീസൺ 6-ലുള്ള അവരുടെ രണ്ടാമത്തെ ഹസ്ബൻഡ്, അവൻ ചോദിച്ചു മേടിച്ചതാണ്. അവന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു ഇന്റർവ്യൂല്. അതില് ഈ അഖിലിന്റെ കുട്ടികളിനെയൊക്കെ ഒന്നും വലിച്ചു കഴിക്കേണ്ട കാര്യമില്ല. അഖിൽ എങ്ങനെ സംസാരിച്ചോ അതുപോലെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കായിരുന്നു മറുപടിയായിട്ട്. പക്ഷെ അവിടെ കുടുംബക്കാരെയും കുട്ടികളെയും ഒക്കെ വലിച്ചു കഴിക്കാനായിട്ട് ഈ നാറിയോട്, ഈ നാറിയോട് എനിക്ക് പറയാനുള്ളത്, എടാ നിനക്ക് കുട്ടികളില്ലാത്ത കഴപ്പുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയോട് തീർക്കടാ. അല്ലാതെ വല്ലവരിന്റെ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്തല്ല തീർക്കേണ്ടത്. അതെനിക്ക് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നീ വലിയ പുണ്യാളനാണോ? നിന്റെ കല്യാണം ആദ്യത്തെയാണെന്ന് നീ ഇങ്ങനെ വലിയ കാര്യത്തിൽ പറയുന്നത്. നിന്റെ ഭാര്യയുടെ കല്യാണം എന്ന് പറയുന്നത് നീ കെട്ടിക്കൊണ്ടുവന്നവള് എത്രാമത്തെ കല്യാണമാണ്? അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബജീവിതമായിരുന്നു. അതിന്ന് ട്വിസ്റ്റ് ഉണ്ടാക്കി അവിടെ നിന്ന് വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ടല്ലടാ നീ കിട്ടിയത്. അപ്പൊ നീ വലിയ വർത്താനമൊന്നും പറയണ്ട, നീ പുണ്യാളം കളി കളിക്കൊന്നും വേണ്ട. നിനക്ക് നല്ല പേടിയുണ്ട്. എന്താണെന്നറിയോ? ഈ ഒരു അപ്സര എന്ന് പറഞ്ഞ നിന്റെ ഭാര്യ എന്ന് പറയുന്നത് ആ ആള് വിന്നർ സ്ഥാനം ആയാലോ അല്ലെങ്കിൽ സെക്കൻഡോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നിനക്ക് പെടപടപ്പാണ്. എന്താണെന്നറിയോ? നീ കെട്ടിക്കൊണ്ടുവന്നത് തന്നെ വേറെ ഒരു കുടുംബജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു പയ്യന്റെ അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നാണ് ഈ പെണ്ണിനെ. എന്നിട്ട് നീ കല്യാണം കഴിച്ചു. അപ്പൊ നിന്നെയും കളഞ്ഞിട്ട് ഇനിയും നല്ല പൊസിഷനിലുള്ള ആൾക്കാരിനെ തേടി പോവോ എന്ന് നിനക്ക് നല്ല പേടിയുണ്ട്. ആ പേടി കൊണ്ടാണ് നീ വീട്ടുകാരൊക്കെ പോയി കഴിഞ്ഞപ്പോ ഫ്രഞ്ച് കിസ് കൊടുക്കണേ. എത്രയോ പേര് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അതിനകത്ത് വന്നു പോയി കഴിഞ്ഞ്, അച്ഛൻ അമ്മ എല്ലാവരും വന്നു പോയി. അവരൊന്നും ചെയ്യാത്ത പ്രവൃത്തി ഈ സീസൺ 5-ലും ഉണ്ടായിരുന്നു. ഭാര്യമാര് വരുന്നത് അവർക്കൊക്കെ ഈ ഫ്രഞ്ചീസ് കൊടുക്കില്ല. അപ്പൊ നിനക്ക് പേടി എന്നാൽ നിന്റെ ഭാര്യ വിട്ടുപോകരുത് എന്നുള്ളത്. അതെല്ലാം പോട്ടെ, നീ വന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഔട്ടാകാത്ത ആ പെങ്കുച്ചിനെ എല്ലാവർക്കും നന്ദി, വോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി എന്ന് പറയുമ്പോ എല്ലാവരും ഓട്ടോ സ്റ്റോപ്പ് ചെയ്യും. എന്താന്ന് വെച്ചാൽ തോറ്റല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാനും അതിന് ചിന്തിച്ച് തോറ്റുപോയോ എന്ന് ചിന്തിച്ച്. അപ്പം നിന്റെ വിചാരം എങ്ങനെയെങ്കിലും നിന്റെ വൈഫിനെ തോപ്പിക്കണം, എന്നിട്ട് അവിടെ ഇങ്ങനെ പൂട്ടി വെക്കണം എന്നുള്ളത്. ആ പെങ്കൊച്ചി തിരിച്ചു വന്നു കഴിഞ്ഞ ആ നിമിഷം നിന്നെ തിരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ വിഷം പോലത്തെ നിന്റെ മനസ്സുണ്ടല്ലോ, അത് തിരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം എഴുതി കുറിച്ചിട്ടോ നീ നിന്നെയും കളഞ്ഞു പോകുന്നുള്ളത് 100%. ശരിക്കും പറഞ്ഞാൽ ഈ ചേച്ചിയുടെ മറുപടി അർഹിക്കുന്നില്ല. ഞാൻ നോക്കുമ്പം ഈ ചേച്ചി ഈ വീഡിയോ ഇട്ടതിന് ശേഷം ആരും തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ ചേച്ചീനെ എല്ലാവർക്കും ഭയങ്കര പേടിയാണെന്ന്. കാരണം വളരെ കൾച്ചറലെസ് ആയിട്ടാണല്ലോ ഈ ചേച്ചി ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ വീഡിയോ മാത്രമല്ല, ഈ ചേച്ചീൻ്റെ പല വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ലാംഗ്വേജസ് മാത്രമാണ് ചേച്ചി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുള്ളൂ. സോ അത്രയും കൾച്ചറലെസ് ആയി സംസാരിക്കുന്ന ഈ ചേച്ചീൻ്റെ അടുത്തൊന്നും ആർക്കും സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ധൈര്യവും ആർക്കും ഇല്ല തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചി വന്നിട്ട് ആൽബി ചേട്ടനെ ചീത്ത വിളിക്കാനുള്ള റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അഖിലേട്ടൻ ആൻഡ് ആൽബി ചേട്ടൻ്റെ ആ ഒരു ഇഷ്യൂവിൽ നമ്മുടെ ആൽബി ചേട്ടൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ അഖിലേട്ടനെ അവരുടെ ഫാമിലിയെ കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇഷ്യൂ എടുത്തിട്ടാണ് ഈ ചേച്ചി വന്നിട്ട് നമ്മുടെ ആൽബി ചേട്ടനെ ചീത്ത പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചീത്ത പറഞ്ഞ ആളെ ഗ്ലോറിഫൈ ചെയ്യുകയും ചീത്ത കേട്ട ആളെ അഗെയിൻ ആൻഡ് അഗെയിൻ ചീത്ത വിളിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ സോഷ്യൽ മീഡിയ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റീസൺ ആണെന്ന് പറഞ്ഞാലും ചീത്ത വിളിക്കുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മാന്യമായ ഭാഷയിൽ പറയുക, അധികാരിയാണെങ്കിലും മാന്യമായി സംസാരിക്കുക തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനായിട്ട് തോന്നുന്നത്. കാരണം ഈ ചേച്ചി വന്നിട്ട് ഇവരുടെ ഭയങ്കര ഒരു പേഴ്സണൽ ഒരു സ്പേസിലേക്കാണ് കയറുന്നത്. കാരണം ഇവർക്ക് കുട്ടികൾ വേണോ വേണ്ടയോ എന്നുള്ളത് ഇവർ രണ്ടുപേരുടെയും ഡെസിഷനാണ്. അവർക്ക് എത്ര കുഞ്ഞ് വേണം, അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ രണ്ടുപേരുടെയും മാത്രം ഡെസിഷനാണ്. അതിൻ്റെ ഇടയിൽ കയറി മൂന്നാമതൊരാൾക്ക് അഭിപ്രായം പറയാനുള്ള യാതൊരു റൈറ്റും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് മാത്രമല്ല, ഇവർക്കൊരു കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ ഇവരുടെ കുഞ്ഞിനെ ഓർത്തിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞ വിഷമം.
ഇത്രയും അബ്യൂസീവായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുന്ന ഇത്ര ഒരാളുടെ മകനായിട്ട് ആ കുഞ്ഞ് ജനിച്ചു പോയല്ലോ എന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു സംസാരവും ഭാഷയൊക്കെ കേട്ടിട്ടാണല്ലോ ആ കുഞ്ഞ് ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. നമ്മൾ മറ്റൊരാളുടെ ലൈഫിലേക്ക് കടന്നു കയറുമ്പോഴത്തേനും നമ്മൾ എപ്പോഴും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യണം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും വന്നിട്ട് ഒരു മറ്റൊരാളുടെ ലൈഫിലേക്ക് പോയി നമ്മൾ സംസാരിക്കുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആരെക്കുറിച്ചും എന്തും സംസാരിക്കാമെന്ന് ചേച്ചി വിചാരിക്കരുത്. വായിൽ തോന്നുന്നത് എന്തും പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എന്ന് ഞാൻ ചേച്ചിനോട് പറയാണ്. ചേച്ചി അത് ഓർക്കുന്നത് നന്നായിരിക്കും. പിന്നെ ചേച്ചി വന്നിട്ട് ആൽബിച്ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നീ വലിയ പുണ്യാളനാണെന്നാണോ വിചാരം? നീ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എത്രാമത് കെട്ടിയ പെണ്ണിനെയാണ്, രണ്ടാം കെട്ടുകാര, ഇങ്ങനെയൊക്കെയാണ് ഇവരെ നമ്മുടെ ആൽബിച്ചേട്ടനെ വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആൽബിച്ചേട്ടൻ്റെ ഒരു ഫസ്റ്റ് മാരേജാണ്, അപ്സരയാണ് സെക്കൻഡ് മാരേജ് ചെയ്തിരിക്കുന്നത്. ഇവർ പറയുന്ന കേട്ടാത്തൊന്നും ഈ വേൾഡിൽ സെക്കൻഡ് മാരേജ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ വ്യക്തി അപ്സരയാണെന്ന്. അപ്പം ഈ ചേച്ചിയുടെ ഒരു പേഴ്സണൽ ലൈഫ് എന്താണെന്നുള്ളത് എനിക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല. ഞാൻ സീസൺ 2 രജിത് സാറിൻ്റെ ആ ഒരു സീസണിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്ക് വലുതായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് യൂട്യൂബിൽ ഇവരെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇവരും ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണെന്നാണ്. അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് യൂട്യൂബിൽ എനിക്ക് കാണാനായിട്ട് പറ്റിയത്. സോ ഇവർ വന്നിട്ട് ഇതൊക്കെ സത്യമാണോ കള്ളാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എനിക്ക് യൂട്യൂബിലൂടെ ഇവരെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. സോ ഇവർ പറയുന്നത് ഇവരുടെ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് മാത്രം ഡൊമസ്റ്റിക് വയലൻസ് മൂലവും, പിന്നെ അപ്സര എന്ന് പറയുന്നത് അവർ ഡിവോഴ്സ് ആയിരിക്കുന്നത് അപ്സരയുടെ കയ്യിലിരിപ്പം കൊണ്ടാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരൊരു ഡൊമസ്റ്റിക് വയലൻസ് കൊണ്ടും അപ്സരയുടെ കയ്യിലിരിപ്പം കൊണ്ടും ഡിവോഴ്സ്ഡ് ആയി എന്ന് പറയുന്നത് ഒട്ടും ലോജിക്കില്ലാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വന്നിട്ട് ഇവരുടെ ഒരു എക്സ് ബോയ് ഫ്രണ്ട് ആണോ എക്സ് ഹസ്ബൻഡ് ആണെന്ന് പറയുന്നു, ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുന്നു, അനൂപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, അവർ ഒരു ലൈവ് ഇട്ടിട്ട് ഉള്ളത് യൂട്യൂബിൽ കാണാനിടയായിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് ഇവരെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് അനൂപ് എന്ന വ്യക്തിക്ക് വേറൊരു ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നും, സോ അയാളുമായിട്ടായിരുന്നു ഇവർ ഒരു റിലേഷൻഷിപ്പിലുണ്ടായിരുന്നത്. സോ അങ്ങനെയുള്ള ഒരാളുമായിട്ടൊക്കെ റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് വേറൊരു ഫാമിലിയിലുള്ള ഒരാളെയൊക്കെ ഫാമിലി കുടുംബമൊക്കെ ആയിരുന്ന ഒരാളുമായിട്ടായിരുന്നു ഇവർക്ക് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് അപ്സരനെ വന്നിട്ട് ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നതും ഇങ്ങനെ അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നതെന്ന് എനിക്കൊരിക്കലും മനസ്സിലാവുന്നില്ല. സോ അനൂപ് എന്ന ആൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അപ്സര കല്യാണം കഴിച്ചിരിക്കുന്നത് ആൽബിച്ചേട്ടൻ വന്നിട്ട് വേറൊരു ഭാര്യയും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ തന്നെയാണ്. വേറൊരാളുടെ ഒരു ജീവിതം നശിപ്പിച്ചുകൊണ്ടല്ല അപ്സര കല്യാണം കഴിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. സോ അപ്സരയും ആൽബിച്ചേട്ടനും എത്രമാത്രം സ്നേഹത്തിലാണെന്ന് അവരുടെ ഒരു വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവരുടെ എക്സ് ഹസ്ബൻഡ് ഓർ എക്സ് ബോയ് ഫ്രണ്ടുമായിട്ട് ഇവരിപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അപ്സരയാണെങ്കിലും നിങ്ങളായാലും ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന രണ്ടാൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അവിടെ എന്ത് കാണിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അപ്സര ബിഗ് ബോസിൽ നിന്ന് ഇപ്പോഴാണ് വന്നത്. സോ അവരവിടെ ചെയ്തിട്ടുള്ള ടാസ്കുകളായാലും അവിടെ എല്ലാവരുടെ അടുത്തും ബിഹേവ് ചെയ്തിട്ടുള്ളതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി പോയാൽ അപ്സരയ്ക്കൊരു കുശുംബി എന്നുള്ള ഒരു ടാഗ് കിട്ടുമായിരിക്കും. അതിൽ കൂടുതലായിട്ട് അവർ മോശമായിട്ടൊന്നും ബിഗ് ബോസ് ഹൗസിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കാണുന്നത് മൊത്തം എഡിറ്റഡ് വേർഷനാണ്. സോ അപ്സര എങ്ങനെ അവരുടെ ഔട്ട് എങ്ങനെ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഏഷ്യാനെറ്റാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് തീരുമാനിച്ചിരിക്കുന്നത് അപ്സര ഒരു കുശുംബിയായിട്ട് അപ്സരനെ കാണിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ബിഗ് ബോസ് ഹൗസിലുള്ള അപ്സരനെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ബിഗ് ബോസിന് മുന്നേയുള്ള അപ്സരയായാലും ബിഗ് ബോസിന് ശേഷമുള്ള അപ്സരയാണെങ്കിലും വളരെ നല്ലൊരു ക്യാരക്ടറുള്ള ഒരു കുട്ടിയായിട്ട് തന്നെയാണ് നമുക്ക് അപ്സരനെ കാണാനായിട്ട് സാധിച്ചിരുന്നത്. സോ ബിഗ് ബോസിനുള്ളിൽ പോയപ്പോൾ അവർ അങ്ങനെ ഒരു അപ്സരനെ പുറത്തോട്ട് കാണിച്ചു എന്നുള്ളത് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസിനകത്ത് നിങ്ങൾ കാണിച്ചിരുന്നതും പുറത്ത് നിങ്ങൾ കാണിച്ചിരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ബിഗ് ബോസ് ഹൗസിലായിരുന്നപ്പോൾ നിങ്ങളെ രജിത് സാറിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തതും ആ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ പുറത്ത് വന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. സോ നിങ്ങൾ പുറത്തായാലും അകത്തായാലും നിങ്ങളുടെ തനി സ്വഭാവം തന്നെയാണ്, നിങ്ങൾ ആരാണെന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പോർട്രേറ്റ് ചെയ്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നിങ്ങൾ ബിഗ് ബോസിന് പുറത്തായാലും അകത്തായാലും നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പ്രേക്ഷകരെന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ അപ്സര എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ബുദ്ധിയുള്ളവർക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് കടന്നു കയറി എന്തും പറയരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. സോ അതുപോലെ തന്നെ മാന്യമായ ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയുന്നാലും ചെറിയൊരു റിക്വസ്റ്റാണ്. സോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.